everyone, it's me Sabda Jals from Poothurans. കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു ഇൻഡിഗോ ഷെയ്ഡ് എന്ന് പറയാം, അതിനകത്താണ് ഇത് വരുന്നത്. കാംബ്രിക് ആണ് കേട്ടോ. കോട്ടൺ എന്ന് പറയുമ്പോൾ ഇത് കാംബ്രിക് കോട്ടൺ ആണ്. 60x60 ആണ് ഇതിന്റെ ത്രെഡ് കൗണ്ട്. 119 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചാണ് നമ്മൾ എപ്പോഴും കോട്ടൺ കൊണ്ടുവരുന്നത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ കാണുന്നത് ബ്ലൂവിനകത്ത് ഒരു ബൂട്ട സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമുക്കൊരു പേസ്ലി പ്രിന്റും കൂടെ പോകുന്നുണ്ട് സെൽഫായിട്ട്. അതിങ്ങനെ വളരെ സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ. ആ ഒരു ഓഫ് വൈറ്റ് കളറിനകത്ത് പോകുന്ന പ്രിന്റാണ് ആദ്യം എടുത്ത് കാണുന്നത്. പിന്നെയാണ് അതൊരു ഒരു മാംഗോ സ്റ്റൈലിലുള്ള പ്രിന്റ് പോകുന്നത്. ഇത് എന്താ പറയുന്ന സ്ക്രീൻ പ്രിന്റിലാണ്, പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലൊന്നും അല്ല. സ്ക്രീൻ പ്രിന്റിലുള്ള കാംബ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ എപ്പോഴും എന്റെ കോട്ടൺ ഫാബ്രിക്കിനൊക്കെ തന്നെ ലൈനിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് പറയാറുള്ളത്. പിന്നെയും വളരെ ലൈറ്റ് ആയിട്ടുള്ള കളർ, എന്താ പറയാ, ക്രീമോ വൈറ്റ് ഒക്കെ ആണെങ്കിലാണ് ലൈനിങ് ഇടാനായിട്ട് പറയാറുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ, ഇത് കാന്തയൊന്നും ഇല്ല, കാന്ത ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതിന്റെ തന്നെ വേറെ കുറച്ച് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്കൊന്ന് നോക്കാം. ഇത് വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു പ്രിന്റ് ആണ്. നല്ല ഭംഗിയുള്ള, ഇത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രിന്റ് എന്ന് പറയാം. അങ്ങനെ പോകുന്നു. ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ഇത്. ഞാനതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു സൽവാർ സൂട്ട് മാത്രമല്ല, മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ കോട്ട് സെറ്റോ ഒക്കെ, ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഇതിനകത്തുള്ള പ്രിന്റ് ചെറിയൊരു പ്രിന്റ് ആണ്. അതിങ്ങനെ വളരെ അടുപ്പിച്ചടുപ്പിച്ചാണ് പോകുന്നത്. 119 തന്നെയാണ് അതിന്റെയും പ്രൈസ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഒരു പ്രിന്റ് ആണ്. ഒരു എല്ലാം പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ജയ്പൂർ സ്റ്റൈലിലുള്ള പ്രിന്റ് എന്ന് പറയുന്നത് ഏകദേശം എല്ലാം തന്നെ ഒരു ഫ്ലോറൽ പാറ്റേണിലേക്കാണ് വരാറുള്ളത്. അപ്പൊ നമ്മളിപ്പോ കാണുന്നതും അതേപോലത്തെ തന്നെ ഒരു പ്രിന്റ് ആണ്. ഇത് എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രിന്റ് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഡിസൈൻ വരുന്നതെന്ന്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ലൈൻ പാറ്റേണിലാണ് കേട്ടോ. ഈ സ്ട്രൈപ്പ് പാറ്റേൺ എന്ന് പറയില്ലേ, അതേപോലെയാണ്. ഓരോ സ്ട്രൈപ്പിനകത്തും ഡിഫറെന്റ് ഡിസൈൻസ് ആണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇതിനകത്തൊരു ഇങ്ങനെ ഒരു ഡിസൈൻ ആണെങ്കിൽ നെക്സ്റ്റില് ഒരു ജാലി പോലെ പോകുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു, എന്താ പറയാ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ കാണുന്നതും നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്ലാന്റിന്റെ ഒക്കെ ഒരു പ്രിന്റിലേക്കാണ് ഇതും പോകുന്നത്. ഇതെല്ലാം തന്നെ എന്താ പറയുന്ന സ്ക്രീൻ പ്രിന്റിലാണ്, അല്ലാതെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഒന്നും അല്ല. അത് എങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. 119 തന്നെയാണ് കേട്ടോ ഇതിന്റെ ഒക്കെ പ്രൈസ്. എല്ലാം ലൈനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് വൺ ഒരു സിക്സാഗ് ആണ്. സിക്സാഗ് ഒക്കെ എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണല്ലോ. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് ഈ ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഈ കാണുന്ന ഈ സിക്സാഗ് വെച്ചിട്ട് നമുക്ക് ബോട്ടം ഇതിനൊക്കെ മാച്ച് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ വേണമെങ്കിൽ ബോട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിക്സാഗ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊന്ന് വെച്ച് കാണിച്ചത്. ഇത് വെച്ചിട്ട് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ തന്നെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. സൈഡിലോട്ടല്ല, താഴോട്ട് പോകുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് പ്യുവർ കോട്ടണിലുള്ള, അതായത് കാംബ്രിക്കിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 119 രൂപയാണ് ഇതിന്റെ പ്രൈസ്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.